ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ഹോർത്തൂസ് മലബാറിക്കൂസ് മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ സസ്യശാസ്ത്ര ഗ്രന്ഥം. ഇങ്ങനെയൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. ഹോർത്തൂസ് മലബാറിക്കൂസിനെ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: കേരളത്തിലെ സസ്യ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിന് 345 വയസ്സായി. സസ്യശാസ്ത്രം ഏറെ പുരോഗമിച്ചെങ്കിലും ഇന്നും ഹോർത്തൂസ് മലബാറിക്കൂസ് ആധികാരിക ഗ്രന്ഥം തന്നെയാണ്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നാൽ മലബാറിലെ പൂന്തോട്ടമെന്നാണ് അർത്ഥം. ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ച പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. ഇതിന് കാരണക്കാരനായത് വാൻ റീഡ് എന്ന ഡച്ചുകാരനായ വിദേശിയാണ്. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട 2 സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. പറഞ്ഞത് ചില്ലറക്കാരനല്ല, ആധുനിക സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാക്ഷാൽ കാൾ ലിനോയിസ്. 17-ാം നൂറ്റാണ്ട് വരെ ആധികാരിക ഗ്രന്ഥങ്ങളെന്ന് യൂറോപ്പിലുള്ളവർ പരക്കെ അംഗീകരിച്ചു പോന്ന ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിലെ ശാസ്ത്രഗ്രന്ഥങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് തള്ളിപ്പറഞ്ഞ മഹാശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അങ്ങനെയെങ്കിൽ കാൾ ലിനോയിസ് ആധികാരികം എന്ന് വിശേഷിപ്പിച്ച കൃതിയുടെ മഹത്വം എന്തായിരിക്കും? ആദ്യമേ പറയട്ടെ, ഹോർത്തൂസ് മലബാറിക്കൂസ് ഒരൊറ്റ ഗ്രന്ഥമല്ല, 12 ഭാഗങ്ങളുള്ള വലിയൊരു ഗ്രന്ഥ സമാഹാരമാണ്. കേരളത്തിലെ സസ്യശാസ്ത്ര സമ്പത്തിനെക്കുറിച്ചുള്ള ആദ്യ പുസ്തകം. എഴുതിയത് മലയാളിയല്ല, ആരംഭിച്ചത് കേരളത്തിലുമല്ല, എഴുതപ്പെട്ടത് മലയാളത്തിലുമല്ല. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി മലയാളം ലിപി അച്ചടിച്ചത് ഈ പുസ്തകത്തിലാണ്. ലാറ്റിൻ ഭാഷയിലുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ വാള്യം 1678 ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ അച്ചടിച്ചു. 12ാം വാല്യമാകട്ടെ 1693. ഏതാണ്ട് 742 ചെടികളെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ, 791 മനോഹര ചിത്രങ്ങൾ, അച്ചടി സമ്പ്രദായമോ ഫോട്ടോഗ്രാഫിയോ വരുന്നതിനും എത്രയോ മുമ്പാണ് നിറയെ ചിത്രങ്ങളോട് കൂടിയ ഈ മഹത് ഗ്രന്ഥം പുറത്തിറങ്ങി എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തും. ഒരു പ്രദേശത്തെ ഒട്ടുമിക്ക സസ്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, അവയുടെ ശാസ്ത്രനാമവും ഔഷധ ഗുണങ്ങളും അടക്കം വിശദീകരിക്കുന്ന ലോകത്തിലെ ആദ്യ ഗ്രന്ഥമായിരിക്കും ഹോർത്തൂസ് മലബാറിക്കൂസ്. പ്രസിദ്ധീകരിച്ച് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ലോകമെങ്ങും ഏറെ പ്രസിദ്ധമാണ് ഈ ഗ്രന്ഥം. 17-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആൻഡ്രിയൻ വാൻ റീഡ് എന്ന ഇദ്ദേഹമാണ് ഈ ചരിത്ര ഗ്രന്ഥത്തിന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തതും പണം ചെലവാക്കിയതും. അച്ചടിക്ക് വേണ്ട മേൽനോട്ടം വഹിച്ചതുമെല്ലാം ഇദ്ദേഹം തന്നെയാണ്. അതിനാൽ ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ കർത്താവായി വാൻ റീഡിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. വാൻ റീഡ് ഒരു സസ്യശാസ്ത്രജ്ഞൻ ആയിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി ഹോർത്തൂസ് തയ്യാറാക്കിയത് മറ്റ് പലരും ചേർന്നാണ്. അക്കാലത്ത് കേരളത്തിലെ പ്രമുഖ നാട്ടുവൈദ്യനായിരുന്ന ഇട്ടി അച്യുതൻ, അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക പണ്ഡിറ്റ്, ഫാദർ മാത്യൂസ് എന്നിവരാണ് ഇവരിൽ പ്രധാനികൾ. ഇവരുടെയൊക്കെ പേരുകളും കുറിപ്പുകളും പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വാൻ റീഡ് ചേർത്തിട്ടുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഔഷധ മൂല്യമുള്ള സസ്യജാലങ്ങളെക്കുറിച്ചുള്ള മറ്റെവിടെയും ലഭ്യമല്ലാത്ത വിവരങ്ങൾ ഹോർത്തൂസ് മലബാറിക്കൂസിലുണ്ട്. ഈ ഔഷധ സസ്യങ്ങൾ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗങ്ങൾ, ചികിത്സാ വിധികൾ എന്നിവയൊക്കെ അടങ്ങിയ അമൂല്യമായ ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം കൂടിയാണ് ഇത്. ഹോർത്തൂസ് മലബാറിക്കൂസിൽ ചെടികളുടെ പേരുകൾ മാത്രമാണ് മലയാളത്തിൽ അച്ചടിച്ചു വന്നത്. കേരളത്തിലെ സസ്യസമ്പത്ത് യൂറോപ്പിലുള്ളവർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു വാൻ റീഡിൻ്റെ ലക്ഷ്യം. പുസ്തകത്തിൻ്റെ മൂലകൃതി മലയാളത്തിലാണ് തയ്യാറാക്കിയത്. പിന്നീട് അത് പോർട്ടുഗീസ് ഭാഷയിലേക്കും അതിനുശേഷം ഡച്ചിലേക്കും അവിടെ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്കും മൊഴിമാറ്റം നടത്തി.
കേരളത്തിലെ സസ്യങ്ങളുടെ അതിവിശാലമായ ലോകത്തിലേക്ക് വാതിൽ തുറന്നു തന്ന വാൻ റീഡിനെ നമുക്കൊരു മരത്തോട് ഉപമിക്കാം. പൊരിവെയിലിനെയും പേമാരിയെയും കൊടുങ്കാറ്റിനെയും സമർത്ഥമായി നേരിട്ട് വളർന്ന് പന്തലിച്ച ഒരു വൻവൃക്ഷം. വെറുമൊരു പട്ടാളക്കാരനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ഒടുവിൽ ഡച്ച് ഗവർണറായി. 1636 ഡ്രാക്കൻസ്റ്റീൻ പ്രഭുവായിരുന്ന ഏണസ്റ്റ് വാൻ റീഡിൻ്റെയും എലിസബത്ത് ഉത്തനോവിൻ്റെയും ഇളയ പുത്രനായി ഹോളണ്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. മുഴുവൻ പേര് ഹെൻറിക് ആൻഡ്രിയൻ വാൻ റീഡ് ട്രോക്കൻസ്റ്റീൻ എന്നാണ്. അന്നേ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചതിനാൽ അമ്മാവൻ്റെ സംരക്ഷണയിൽ വളർന്നു. വിദ്യാഭ്യാസം പേരിന് മാത്രമേ ലഭിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ 14-ാം വയസ്സിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലിക്ക് ചേരേണ്ടി വന്നു. 1656 20-ാം വയസ്സിൽ കമ്പനിയുടെ സൈന്യത്തിൽ ചേർന്നത് വാൻ റീഡിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. ക്യാപ്റ്റൻ വാൻ ഗോയലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്കുള്ള ഒരു കപ്പൽ പടയിൽ അദ്ദേഹവും അംഗമായി. ഒരു വർഷം നീണ്ട സാഹസിക യാത്രയ്ക്കൊടുവിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക ആസ്ഥാനമായ ബെറ്റോവിയിൽ, അതായത് ഇന്നത്തെ ജക്കാർത്തയിൽ അവരെത്തി. പിന്നീട് മലബാറിലെത്തിയ ഡച്ച് സേന മലബാർ സേനയ്ക്കൊപ്പം ചേർന്ന് അവിടെ കോളനികൾ ഉണ്ടാക്കി വന്ന പോർട്ടീസുകാരുമായി നിരന്തരം ഏറ്റുമുട്ടി. 1658 മുതൽ 1663 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇത്. തുടർന്ന് കൊച്ചിയുടെ വാണിജ്യ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഡച്ചുകാർ അന്നത്തെ കൊച്ചി രാജാവിനെയും അദ്ദേഹത്തെ യുദ്ധത്തിൽ സഹായിച്ചിരുന്ന പോർട്ടീസുകാരെയും തോൽപ്പിച്ച് തങ്ങളുടെ ഇഷ്ടക്കാരനെ കൊച്ചി രാജാവാക്കി. ഈ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച വാൻ റീഡിന് ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 1663 ജനുവരി 7 നടന്ന യുദ്ധത്തിൽ പോർട്ടീസുകാരെ തുരത്തിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊച്ചി പിടിച്ചെടുത്തു. തുടർന്ന് വാൻ റീഡ് മലബാർ കൗൺസിലിൻ്റെ പ്രസിഡന്റായി. 1669 മലബാറിൻ്റെ കമാൻഡറും പിന്നീട് കൊച്ചിയിലെ ഡച്ച് ഗവർണറുമായി. ഹോർത്തൂസ് മലബാറിക്കൂസിൽ എവിടെയും താൻ എഴുതിയ ഗ്രന്ഥമാണിത് എന്ന് വാൻ റീഡ് രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് വിവിധ രാജ്യക്കാരായ നിരവധി പണ്ഡിതരുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമായത് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഹോർത്തൂസിൻ്റെ എല്ലാ വാല്യങ്ങളിലും വാൻ റീഡിൻ്റെ പേര് എഡിറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റ് യൂറോപ്യന്മാരെ പോലെ നാട്ടുകാരായ വൈദ്യന്മാരെ പുച്ഛത്തോടെ നോക്കാതെ അവരുടെ പാണ്ഡിത്യത്തെ ബഹുമാനിക്കുകയും ഭാരതീയ വൈദ്യശാസ്ത്രത്തെയും വൈദ്യന്മാരുടെ അറിവിനെയും പരമാവധി ഉപയോഗിക്കുകയും ചെയ്തതാണ് ഹോർത്തൂസിൻ്റെ വിജയത്തിന് കാരണം. വളരെ വിശദമായ ആമുഖക്കുറിപ്പാണ് വാൻ റീഡ് ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ തുടക്കത്തിൽ ചേർത്തിരിക്കുന്നത്. ഉദാരമതികളായ വായനക്കാർക്കുള്ള ഹെൻറി വാൻ റീഡ് ട്രാക്കൻസ്റ്റൈൻ്റെ ആമുഖം എന്നിങ്ങനെ തുടങ്ങുന്ന ആ കുറിപ്പിൽ തുടർന്ന് വരുന്ന വാചകം ഇതാണ്: ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഹ്രസ്വ വിവരണവും ബ്രാഹ്മണരെക്കുറിച്ചും മലബാറിനെക്കുറിച്ചുമുള്ള കൗതുകകരമായ വിവരങ്ങളും അവരുടെ മതപരവും രാഷ്ട്രീയവുമായ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ആനുഷംഗികമായി നൽകുന്നു. ആമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം, 44-ാം വയസ്സ് മുതൽ എൻ്റെ ജന്മദേശവും കടന്ന് യാത്ര ചെയ്യുകയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിരുന്നില്ല എന്ന്. ഈ തുടർ യാത്രയ്ക്കിടയിൽ ഞാൻ ലോകത്തിൻ്റെ നല്ലൊരു ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. വൈവിധ്യമേറിയ വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സസ്യശാസ്ത്രം, സുഗന്ധദ്രവ്യങ്ങൾ, ലളിതമായ ഔഷധങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചോ വ്യക്തമായ അറിവ് എനിക്കില്ലെന്നും അവർക്കറിയാം. ഞാൻ തുടർച്ചയായി വൈവിധ്യപൂർണമായ ജീവിതമാണ് നയിച്ചു വരുന്നത്. പോർട്ടുഗീസുകാർ ഏകദേശം 175 കൊല്ലം ഭരിച്ച പലരും ഇതിനകം സന്ദർശിച്ചു കഴിഞ്ഞ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു രാജ്യത്തിലെ ആരും ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ചെടികളെക്കുറിച്ചുള്ള ഈ പുസ്തകത്തെ പ്രശംസയോടെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തെക്കേ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശത്തെ മലബാർ കോസ്റ്റ് എന്നാണ് പഴയകാലത്ത് വിദേശികൾ വിളിച്ചിരുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും അമൂല്യമായ ഔഷധ സസ്യങ്ങളുടെയും ഒക്കെ തിങ്ങി വളർന്നിരുന്ന ഈ പ്രദേശം പ്രാചീനകാലം മുതൽക്കേ അറബികളുടെയും മറ്റ് സ്വപ്നഭൂമിയായിരുന്നു. ഈ ഭൂമിയിലെ സമ്പത്ത് ലക്ഷ്യമിട്ടാണ് പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിയത്. ഒരു സസ്യശാസ്ത്രജ്ഞനല്ലാതിരുന്ന വാൻ റീഡ് മലബാറിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് ഇത്ര വലിയ പുസ്തകം അണിയിച്ചൊരുക്കുന്നതിന് പിന്നിൽ വ്യക്തമായ സ്വകാര്യ ലക്ഷ്യമുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർക്ക് 2 ഗവർണർമാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. കൊച്ചി ഭരിച്ചിരുന്ന വാൻ റീഡും
കൊളംബോയിലെ വാൻ ഗോയലും. ലങ്കയിലാണ് ഏറ്റവും അധികം സസ്യസമ്പത്ത് ഉള്ളതെന്ന് ഗോയൽസ് വാദിച്ചപ്പോൾ വാൻ റീഡ് അതിനെ എതിർത്തു. മലബാറാണ് ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശമെന്നും അതിനാൽ മലബാറാണ് ഡച്ചുകാരുടെ കിഴക്കൻ കോളനിയുടെ ആസ്ഥാനം ആക്കേണ്ടതെന്നും വാൻ റീഡ് വാദിച്ചു. അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ അധികാര പദവി ഉയരുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. തൻ്റെ വാദം സ്ഥാപിക്കാനായാണ് അദ്ദേഹം കേരളത്തിലെ സസ്യസമ്പത്ത് വിവരിച്ചുകൊണ്ടുള്ള പുസ്തകം ഒരുക്കിയത്. വാൻ റീഡിൻ്റെ ശ്രമം ലക്ഷ്യം കണ്ടു. ഡച്ചുകാർ മലബാർ പ്രദേശം തങ്ങളുടെ ആസ്ഥാനമാക്കി. അതിന് കാരണമായതാട്ടെ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ഈ ഗ്രന്ഥവും. ഇറ്റലിയിൽ ജനിച്ച ഫാദർ മാത്യു ഓഫ് സെൻറ് ജോസഫ് ആണ് ഹോർത്തൂസിൻ്റെ രചനയിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച വ്യക്തി. 1651 കേരളത്തിലെത്തിയ അദ്ദേഹം അറബി ഭാഷയിലും വൈദ്യശാസ്ത്രത്തിലും സസ്യശാസ്ത്രത്തിലും അതിവിദഗ്ധനായിരുന്നു. പുസ്തകങ്ങളിലെ ചിത്രങ്ങളിൽ അധികവും വരച്ചതും 40 വർഷത്തോളം കേരളത്തിൽ ജീവിച്ച ഈ വൈദികൻ തന്നെയാണ്. 1691 കൊച്ചിയിൽ വെച്ച് ഇദ്ദേഹം മരണമടഞ്ഞു. ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു പുസ്തകത്തിൻ്റെ ശില്പികളിൽ പ്രധാനി ഒരു മലയാളി തന്നെയായിരുന്നു. പേര് ഇട്ടി അച്യുതൻ. വാൻ റീഡിൻ്റെ സഹായികളിലെ ഒരേ ഒരു മലയാളിയും ഒരേ ഒരു വൈദ്യനും അദ്ദേഹം തന്നെയാണ്. ഹോർത്തൂസ് മലബാറിക്കൂസ് പിറക്കുന്നതിനും മുമ്പ് തന്നെ നൂറ്റാണ്ടുകളുടെ ഔഷധ പാരമ്പര്യമുള്ള തറവാടാണ് കരപ്പുറം. കടക്കര പള്ളി ദേശത്തെ കൊല്ലാട്ടുപറമ്പ് കൊല്ലാടൻ എന്നാണ് അവകാശിയായ മൂത്ത വൈദ്യകാരണവന്മാർ അറിയപ്പെടുക. അവരുടെ പക്കലുള്ള ചൊൽക്കെട്ടെ പുസ്തകം എന്ന താളിയോല ഗ്രന്ഥത്തിലെ അറിവുകൾ ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ രചനയ്ക്ക് ഏറെ സഹായകരമായി. കൊച്ചി രാജാവായ വീരകേരളവർമ്മയാണ് വാൻ റീഡിന് ഇട്ടി അച്യുതൻ വൈദ്യരെ പരിചയപ്പെടുത്തിയത്. കൊച്ചിക്കോട്ടയിൽ വെച്ച് കേരളത്തിലെ 700ഓളം സസ്യങ്ങളെക്കുറിച്ചുള്ള ഇട്ടി അച്യുതൻ വിവരങ്ങൾ നൽകി. ചെടികളുടെ രൂപം, ചികിത്സാ രീതി, മറ്റ് പ്രയോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നൽകിയത് പോർട്ടുഗീസ് ഭാഷ കൂടി വശമുണ്ടായിരുന്ന ഇദ്ദേഹമാണ്. ഇട്ടി അച്യുതൻ്റെ സംസ്കാരം നടത്തിയതായി കരുതുന്ന കുര്യോലയും ചെറിയ ഒരു സന്യാസിരാമവും ഇന്നും കൊല്ലാട്ടുപറമ്പിലുണ്ട്. ചേർത്തല എറണാകുളം പാതയിലാണ് ഈ പ്രദേശം. അവരുടെ കേട്ടറിവുകളും ഹോർത്തൂസിൽ ഇട്ടി അച്യുതൻ എഴുതിയ സാക്ഷ്യപത്രവും അദ്ദേഹത്തിൻ്റെ ശേഷിപ്പുകളായി ഇന്നും നിലനിൽക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ കാൾ ലൂൻഷ് ബ്ലൂം എന്ന ലോകപ്രശസ്ത സസ്യശാസ്ത്രജ്ഞൻ ഇട്ടി അച്യുതനെ ആദരിക്കാനായി ഒരിനം സസ്യകുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നൽകി, അച്യുതെമിയ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.